നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പിയുടെ വെല്ലിച്ചും വന്നോ? ഇന്ന് പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിക്കാൻ വരുമെന്നല്ലേ പറഞ്ഞത്? വല്യച്ഛനല്ല, അച്ഛനാ വരുന്നത്. സാധാരണ വെല്ലിച്ചനല്ലേ പപ്പിയുടെ ഒപ്പം സ്കൂളിൽ വരാറ്. വല്യച്ഛന് പനി പിടിച്ചു. സത്യ പനിയോ? എന്താ പെട്ടെന്ന് പനി വരാൻ? അച്ഛമ്മ കാരണോ ആന്റി? അച്ഛമ്മ കാരണോ? സത്യമ്മ തന്നെയാ കാരണം. സത്യമ്മ വല്യച്ഛന് വേറെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. വല്യച്ഛനാണെങ്കിൽ ചേച്ചിയമ്മയെ ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ട. ചേച്ചിയമ്മ അല്ലാതെ വേറെ ആരെയും ഈ ജന്മം കല്യാണം കഴിക്കില്ല വല്യച്ഛൻ. സത്യമ്മയാണെങ്കിൽ വല്യച്ഛനെ വേറെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചോണ്ടിരിക്കുക. വല്യച്ഛൻ വലിയ സങ്കടത്തിലാ. ഈയിടെ ഒരു കല്യാണാലോചന വന്നപ്പോ അത് മുടക്കാൻ ഈ സത്യം എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. വല്യച്ഛന്റെ സങ്കടം മാറ്റാൻ എന്തെങ്കിലും ചെയ്യണം സത്യേ. നീ തന്നെ എനിക്കൊരു ഐഡിയ പറഞ്ഞതാ. ഒരു വഴിയുണ്ട്. പെട്ടെന്ന് പറ സത്യേ. എന്നടി കാട്ടിയത്? രണ്ടെണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ. അയ്യോ സത്യഭാമേ, തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? സുലതനെ വാ പോവാം. വാ മോളെ. വഴക്ക് പറയല്ലേ അമ്മേ, ഫ്രണ്ടിനെ സഹായിക്കേണ്ട എന്റെ കടമയല്ലേ. ചേച്ചിയമ്മയെ മറക്കാൻ സത്യമ്മ നിർബന്ധിച്ചോണ്ടിരിക്കുക. അതിന്റെ സങ്കടത്തിലാ വല്യച്ഛൻ. ആഹാരം കഴിക്കില്ല, ശരിക്കും ഉറക്കമില്ല, അങ്ങനെയാ പനി വന്നത്. വിഷ്ണുച്ചനെ ഓർത്ത് എനിക്ക് സങ്കടവാ. വിഷ്ണുച്ചന് സുഖാവുന്നവരെ ഞാനും ഇനി ഒന്നും കഴിക്കില്ല, ഉറങ്ങേയില്ല. അങ്ങനെ എനിക്കും പനി പിടിക്കട്ടെ. നോക്ക് മോളെ, മോൾ അങ്ങനെയൊന്നും പറയരുത്. വിഷ്ണു അച്ഛന് ജീവനല്ലേ മോളെ? വിഷ്ണു അച്ഛന് എനിക്കും ജീവനാ. മോൾക്ക് പനി വന്നാ വിഷ്ണു അച്ഛന് സഹിക്കാൻ പറ്റുമോ? ഇല്ല. വിഷ്ണു അച്ഛൻ വിഷമിക്കാതിരിക്കണമെങ്കിൽ മോള് സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങും ഒക്കെ വേണം. മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോ വിഷ്ണു അച്ഛന് സുഖാവും. അതുപോരെ? മതി അല്ലേ? മതി. നല്ല കുട്ടിയാണെങ്കിൽ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കാം. അച്ഛന്റെ അസുഖം മാറിക്കഴിയുമ്പോ അച്ഛന്റെ കൂടെ കളിക്കാലോ മോൾക്ക്. അയ്യോ അമ്മ, അത് പപ്പിയുടെ വല്യച്ഛനാ. പപ്പി വിഷ്ണു അച്ഛാന്ന് വിളിക്കുന്നേ ഉള്ളൂ. മോള് സത്യയുടെ കൂടെ ക്ലാസ്സിൽ ചെല്ലേ. വാ പപ്പി. വല്യച്ഛനാണെങ്കിൽ ചേച്ചിയമ്മയെ ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ട. ചേച്ചിയമ്മ അല്ലാതെ വേറെ ആരെയും ഈ ജന്മം കല്യാണം കഴിക്കില്ല വല്യച്ഛൻ. കുഞ്ഞേച്ചി, ഞാൻ കുഞ്ഞേച്ചിയെ വിളിക്കാനിരിക്കുമായിരുന്നു. എന്താ
വിഷ്ണുവേട്ടന് പനിയാ കുഞ്ഞേച്ചി. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ ഞാൻ അറിഞ്ഞു. സ്കൂളിൽ സത്യം കൊണ്ടുവന്നപ്പോ പപ്പി പറഞ്ഞു. ആ കുഞ്ഞേച്ചിയെ കുറിച്ച് സർവ്വസമയം ആലോചിച്ചിരുന്ന് ആരോഗ്യം പാഴാക്കുക കുഞ്ഞേച്ചി വിഷ്ണുവേട്ടൻ. ആ, ഇതിനെന്താ പരിഹാരമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഏത് ഹോസ്പിറ്റലിലാ വിഷ്ണുവേട്ടൻ? കരുണ ഹോസ്പിറ്റലില്. ഞാനൊന്ന് പോയി കാണാം. കുഞ്ഞേച്ചി പേടിക്കണ്ട, ഞാനേ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ല. പക്ഷേ അതെങ്ങനെയാ കുഞ്ഞേച്ചി? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരവസ്ഥയില് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഹലോ ഹലോ. ആ, എന്നെ കുറിച്ച് ആലോചിച്ചല്ലേ വിഷ്ണുവേട്ടന് പനി വന്നത്, വിഷ്ണുവേട്ടന്റെ ആരോഗ്യം പോയത്. ഞാൻ കാരണമല്ലേ? എങ്ങനെയുണ്ട് ഡോക്ടർ? ഭേദമുണ്ട്. പനി 104 ഡിഗ്രിക്ക് മേലേക്ക് പോയല്ലോ സത്യമേ. എന്താ വെച്ചോണ്ടിരുന്നത്? രാത്രി തന്നെ എത്തിക്കായിരുന്നില്ലേ? പറഞ്ഞ കേൾക്കണ്ടേ ഡോക്ടർ? കുറയുന്നു പറഞ്ഞ് രാത്രി മുഴുവൻ മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു. രാവിലെ ആയിട്ടും കുറയാതെ വന്നപ്പോ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഇപ്പോഴത്തെ പനിയുടെ കാര്യ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. ഡോക്ടർ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് സുഖമായിക്കോളും. ഇപ്പൊ റെസ്റ്റ് എടുക്കട്ടെ, വൈകിട്ട് വീട്ടിൽ പോവാം. താങ്ക്സ് ഡോക്ടർ. സത്യമേ, വൈകിട്ടത്തേക്കല്ലേ ഡിസ്ചാർജ്? സത്യമ്മ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനിവിടെ നിന്നോളാം. ശ്യാമ നോക്കിയിരിക്കല്ലേ, നീ വീട്ടിലേക്ക് ചെല്ല, ഞാനിവിടെ ഇരുന്നോളാം. പൊയ്ക്കോളാനല്ലേ പറഞ്ഞത്? ഞാനുണ്ടല്ലോ ഇവിടെ. എന്നാ പിന്നെ ശരി സത്യമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കണം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.